നമസ്കാരം. നമ്മുടെ റഹീം നാട്ടിലെത്തിയോ? സ്പോൺസറുടെ മകനെ കൊലപ്പെടുത്തി എന്ന കുറ്റത്തിന് സൗദി അറേബ്യയിൽ കഴിഞ്ഞ 18 കൊല്ലങ്ങളായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന റഹീം 36 കോടി രൂപയായിരുന്നു റഹീമിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ദയാധനമായി കൊടുക്കേണ്ടിയിരുന്നത്. പോച്ചെ മുന്നിട്ടിറങ്ങി 48 മണിക്കൂറുകൾക്കുള്ളിൽ പുഷ്പം പോലെ ഈ തുക സ്വരൂപിച്ചു. ദയാധനം എംബസി മുഖേന കൈമാറിയെന്നും റഹീമിനെ ജയിൽ മോചിതനാക്കാനുള്ള നിയമ നടപടികൾ നടന്നു വരികയാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. ദയാധനം നൽകാൻ ആവശ്യമുള്ള 36 കോടിയും കവിഞ്ഞ് പിന്നെയും പണം അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ മതിയേ ആവശ്യത്തിനും അതിലധികവുമുള്ള പണം കിട്ടിയേ എന്ന് നിലവിളിയായിരുന്നു സംഘാടകർ. ഏകദേശം 50 കോടിയോളം രൂപ റഹീമിന് വേണ്ടി എത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്ന് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ റഹീമിൻ്റെ സ്ഥാനത്ത് ഒരു മോഹനനോ ദിവാകരനോ പത്രോസോ തോമസോ ആയിരുന്നെങ്കിൽ 36 കോടി രൂപ പോയിട്ട് 32 ലക്ഷം രൂപ പോലും കിട്ടില്ലായിരുന്നു എന്നും ഇത് മുസ്ലിം സമുദായാംഗങ്ങളുടെ ഐക്യം കൊണ്ടാണെന്നും മറ്റുള്ളവർ ഇത് മാതൃകയാക്കേണ്ടതാണെന്നും പറഞ്ഞിരുന്നു. ഈ വീഡിയോ കണ്ട ചിലർ എന്നെ വർഗീയവാദി, സംഘി എന്നൊക്കെ വിളിച്ചിരുന്നു. എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. അതിന് വർഗീയവാദിയെന്നോ സംഘിയെന്നോ എന്തിന് അപ്പ എന്ന് വിളിച്ചാൽ പോലും എനിക്കത് വിഷയമേ അല്ല. ഞാൻ പറയാൻ വന്ന വിഷയത്തിലേക്ക് വരാം. നിമിഷപ്രിയ യമൻ പൗരനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന പാലക്കാട്ടുകാരി. നിമിഷപ്രിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ, തെറ്റുകാരിയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനു പറ്റിയ സമയവും അല്ലിത്. ദയാധനം നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാം. ഇതിനായി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ മുന്നിട്ടിറങ്ങുകയും കുറച്ച് പണം സ്വരൂപിക്കുകയും ചെയ്തു. എന്നാൽ ദയാധനത്തിനായി 3 കോടിയോളം രൂപ വേണ്ടിവരും എന്നാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നത്. നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾക്കായി അവരുടെ അമ്മ പ്രേമകുമാരി 1 മാസത്തിലേറെയായി യമനിലെ സനയിലാണ്. സാമുവൽ ജെറോം എന്ന തമിഴ്നാട് സ്വദേശിയാണ് പ്രേമകുമാരിക്ക് സഹായങ്ങൾ ചെയ്യുന്നതും നിമിഷപ്രിയയുടെ മോചനത്തിനായി അക്ഷീണം പരിശ്രമിക്കുന്നതും. നിമിഷപ്രിയയുടെ മോചനത്തിനായി ആദ്യഘട്ട ചർച്ചകൾ നടത്താൻ $40,000 ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ട് വഴി കൈമാറാൻ വിദേശകാര്യ വകുപ്പ് അനുമതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ $20,000 അതായത് 16,40,000 രൂപ കൈമാറുകയും ചെയ്തിരുന്നു. ഇനി ആദ്യഘട്ട ചർച്ചകൾ ആരംഭിക്കും. ആ ചർച്ച വിജയിക്കുകയാണെങ്കിൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കും. ഇതിന് 17 ലക്ഷം രൂപ വേണ്ടിവരുമെന്നാണ് ആക്ഷൻ കൗൺസിൽ പറയുന്നത്. ഈ ചർച്ചയിലാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി നൽകേണ്ടി വരുന്ന ദയാധനം എത്രയാണെന്ന് അറിയാൻ കഴിയുന്നത്. മധ്യസ്ഥ ചർച്ച കഴിഞ്ഞ് പണം കൊടുത്തില്ലെങ്കിൽ മധ്യസ്ഥരുടെ ജീവൻ കൂടി അപകടത്തിലാകും. അതുകൊണ്ട് തന്നെ ബാക്കി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹ്ദി യമനിലെ ഗോത്രവർഗ്ഗക്കാരനാണ്. തലാലിൻ്റെ കുടുംബവുമായും അവർ ഉൾപ്പെടുന്ന ഗോത്രത്തിൻ്റെ നേതാക്കളുമായും ചർച്ച നടത്താൻ എംബസി അഭിഭാഷകനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വേണ്ടത് പണമാണ്. 2017 തലാലിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത്. ഇതിനെതിരെ അപ്പീൽ നൽകിയെങ്കിലും 2020 അപ്പീൽ കോടതി ശിക്ഷ ശരിവെച്ചു. സുപ്രീം കോടതിയുടെയും വിധി എതിരായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമൻ സർക്കാരിന് അപേക്ഷ നൽകിയെങ്കിലും അത് പരിഗണിക്കപ്പെട്ടില്ല. കഴിഞ്ഞ കൊല്ലം നവംബറിൽ നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളിയ യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ഉടൻ തന്നെ ശിക്ഷ നടപ്പാക്കുമോ എന്നുള്ളതാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയുടെ ആശങ്ക. എന്തൊക്കെയായാലും ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനോട് പൊരുത്തപ്പെടാൻ വയ്യ. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് ഒരു മകൾ പിറന്നതിനു ശേഷമാണ് 2012 യമനിലേക്ക് നഴ്സായി ജോലിക്ക് പോയത്. എനിക്ക് അത്ഭുതം തോന്നുന്നത് മറ്റൊരു കാര്യത്തിലാണ്. റഹീമിന് 48 മണിക്കൂർ കൊണ്ട് 50 കോടിയോളം രൂപ കിട്ടി. നിമിഷപ്രിയയ്ക്ക് അതിൻ്റെ 10-1 തുക പോലും വേണ്ട. എന്നിട്ടും ആരും അനങ്ങുന്നില്ല. ബോച്ചയെ ഈ വഴിക്കേ കാണാനില്ല. മനുഷ്യസ്നേഹികളുടെയും സാംസ്കാരിക നായകരുടെയും ഫെമിനിസ്റ്റുകളുടെയും സമുദായ നേതാക്കളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. റഹീമിൻ്റെ കാര്യത്തിൽ ഇവരൊന്നും ഇങ്ങനെയേ അല്ലായിരുന്നു. ആരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. നമുക്കിക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ശിക്ഷ നടപ്പായാൽ അനാഥയാകുന്നത് ഒരു പെൺകുഞ്ഞാണ്. 500 രൂപ വീതം 60,000 പേർ നൽകിയാൽ മോചനത്തിനു വേണ്ടി വന്നേക്കാവുന്ന 3 കോടി രൂപ കണ്ടെത്താൻ കഴിയുമെന്നാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നത്. നിമിഷപ്രിയ ചെയ്ത തെറ്റിനെ ഞാൻ ഒരിക്കലും അനുകൂലിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയുന്നതല്ല. ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച് നമ്മൾ ഒന്നിച്ചു നിന്നാൽ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെടും. കഴിയുന്നത് പോലെ നമുക്കും പങ്കാളികളാകാം ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ. ആക്ഷൻ കൗൺസിലിൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ ഇതാണ്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ. കറണ്ട് അക്കൗണ്ട് നമ്പർ 00000084737077. IFSC കോഡ് SBIN 0000893. SBI പാലക്കാട് ബ്രാഞ്ച്.